തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നത് നീതിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാന തത്വമാണ്. കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നത് നീതിപൂർവമായി ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഒരു കൊലപാതകമോ മോഷണമോ നടത്തിയ ഒരാൾക്ക് എത്ര നാൾ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയാൻ സാധിക്കും? തെളിവുകൾ നശിപ്പിച്ചാലും ഒളിവിൽ പോയാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നതാണ് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. പാലക്കാട് ഒരു കൊലക്കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് 1-2 വർഷമല്ല, 2 പതിറ്റാണ്ടോളമാണ്. തൃത്താല ഇബ്രാഹിം വധക്കേസിൽ പ്രതി നൗഫൽ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഇതോടൊപ്പം പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ്റെ സുഹൃത്ത് അറസ്റ്റിലായ കേസ് കൂടി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ സുഹൃത്തുക്കളെ ചങ്കുപറിച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇക്കാലത്ത് നമുക്ക് ആരെയാണ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇതൊരു ചതിയുടെ ലോകമാണ്. ആരെയും വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ പോലും കയറ്റാൻ കഴിയാത്ത അവസ്ഥയാണ്. പത്തനംതിട്ട അങ്ങാടിക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അച്ഛൻ്റെ സുഹൃത്താണ്. പിന്നീട് സംഭവം പുറത്തു പറഞ്ഞാൽ ജീവിതം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ കുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞതോടെ പ്രതിക്ക് പിടിവീണു. അങ്ങാടിക്കൽ സ്വദേശിയും JCB ഓപ്പറേറ്ററുമായ ദേവി പ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 10 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു കേസിനാസ്പദമായ സംഭവം. JCB ഓപ്പറേറ്ററായ പ്രതി ദേവി പ്രസാദ് സ്വന്തം സുഹൃത്തിന്റെ മകളെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. കുട്ടിയുടെ പിതാവ് മകളോടൊപ്പം സുഹൃത്തായ പ്രതിയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പിതാവിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി കുട്ടിയെ വീട്ടിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചത്. സംഭവം പുറത്തു പറയാതിരിക്കാൻ പണം നൽകി പ്രതി കുട്ടിയെ വശത്താക്കുവാൻ ശ്രമിച്ചു. പീഡന വിവരം പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. വീട്ടിലെത്തിയ കുട്ടി വിവരം പുറത്തു പറഞ്ഞതോടെയാണ് രക്ഷിതാക്കളും അറിയുന്നത്. തുടർന്ന് പത്തനംതിട്ട ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ചൈൽഡ് ലൈനിൽ നിന്നും പോലീസിൽ പരാതി ലഭിച്ചതോടെയാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മളൊരു തെറ്റ് ചെയ്താൽ കുറ്റബോധം വേട്ടയാടുമല്ലേ? അതാരും അറിഞ്ഞില്ലെങ്കിലും നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് നടന്നാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? പാലക്കാട് തൃത്താല സ്വദേശി നൗഫൽ ഒരു കൊലപാതകം നടത്തിയ ശേഷം നാടുവിട്ടതാണ്. 21 വർഷത്തോളം വിദേശത്ത് ആരും അറിയാതെ ജീവിച്ചു. എന്നാൽ അക്കാലം അത്രയും അയാൾക്ക് സ്വൈര്യമായി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിരിക്കുമോ? തൃത്താലയിലെ CPM നേതാവായിരുന്ന ഇബ്രാഹിമിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് 2ാം പ്രതി നൗഫൽ വിദേശത്തേക്ക് കടന്നത്. കേസിൽ ഇയാളുടെ കൂട്ടുപ്രതിയായ സഹോദരന് കോടതി ശിക്ഷ വിധിച്ചിട്ടും നൗഫൽ പിടികൊടുക്കാതെ 2 പതിറ്റാണ്ടോളം ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് നൗഫലിനെ പൊക്കിയത്. CPM മണ്ണാരപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായിരുന്ന AK ഇബ്രാഹിം 2005 മാർച്ച് 13 കൊല്ലപ്പെട്ടത്. 3-അംഗ സംഘം ഇബ്രാഹിമുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് കേസ്. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. കപ്പൂർ സ്വദേശി നവാസും സഹോദരൻ നൌഫലും ഇവരുടെ സുഹൃത്തുമായിരുന്നു പിടിയിലായത്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി നൌഫൽ ഒളിവിൽ പോയി. ഇയാൾക്ക് വേണ്ടി സംസ്ഥാനത്തും പുറത്തും പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനെ തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ കേസിൽ സഹോദരൻ നവാസിന് കോടതി ശിക്ഷയും വിധിച്ചു. മറ്റൊരു പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. പിന്നീട് നൌഫലിനെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചതോടെ പോലീസ് പഴയ കേസ് പൊടിതട്ടിയെടുത്തു. അങ്ങനെ വിദേശത്ത് നിന്ന് ഇയാൾ നാട്ടിലെത്തിയതോടെ പോലീസ് പ്രതിയെ വളഞ്ഞു. 21 വർഷങ്ങൾക്കു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് നൌഫലിനെ പോലീസ് പിടികൂടിയത്. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ നാട്ടിൽ പല തട്ടിപ്പുകൾക്കും ഇരകളാകുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരും കയ്യിൽ ആവശ്യത്തിന് പണമുള്ളവരുമായിരിക്കും പലപ്പോഴും കെണികളിൽ വീഴുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയവർ ലക്ഷ്യമിട്ടത് സാധുക്കളായ മനുഷ്യരെയാണ്. അവരുടെ നിസ്സഹായത മുതലെടുത്ത് അവയവങ്ങൾ പണം കൊടുത്തു വാങ്ങി. അത് പിന്നീട് വലിയ തുകയ്ക്ക് മറിച്ചു വിറ്റു. ഇങ്ങനെ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയതിൻ്റെ സൂത്രധാരൻ നജീബാണ്. ഇയാളുടെ പിന്നിലുള്ളവരെ കണ്ടെത്തണം. വിദേശ ബന്ധവും സാമ്പത്തിക ഉറവിടവും പരിശോധിക്കണം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. കോലഞ്ചേരി കോടതിയാണ് കുന്നത്തുനാട് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് നജീബ് കല്ലൻട്രയെ കസ്റ്റഡിയിൽ വിട്ടത്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. ഇതിൽ 5 ദിവസത്തേക്കാണ് കുന്നത്തുനാട് പോലീസിന് അനുവദിച്ച സമയം. തുടർന്ന് SITക്ക് കൈമാറുമെന്നാണ് സൂചന. നജീബിനെ എറണാകുളം റൂറൽ പോലീസും എറണാകുളം സിറ്റി പോലീസും പ്രത്യേകം ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. നജീബിന്റെ സ്വത്തുവിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 6 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നജീബിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് ലഭിച്ചത്. നജീബിന്റെ 2 അക്കൗണ്ടുകൾ ഇതിനകം പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഇടപാട് ലഭിച്ച തുക കൊണ്ട് നിരവധി ഭൂമിയും സ്വത്തുക്കളുമാണ് നജീബ് സമ്പാദിച്ചത് എന്നാണ് കണ്ടെത്തൽ. പ്രതിയുടെ വിദേശ ബന്ധം പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ നജീബ് വലിയ ശൃംഖലയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. വിദേശത്തുള്ള സഹോദരനെ പറ്റിയും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അവയവദാനത്തിന്റെ മറവിലായിരുന്നു ഇയാൾ ഈ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവയവം ദാനം ചെയ്യുന്നത് അടുത്ത ബന്ധുക്കളായിരിക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അത് മറികടക്കാനാണ് നജീബ് വ്യാജരേഖകൾ ചമച്ചത്. അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് വൻ തുക കൈപ്പറ്റുകയും അതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷനായി എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇയാൾ അനധികൃതമായി പണം സമ്പാദിച്ചത്. സ്വീകർത്താക്കളായ ആളുകളിൽ നിന്നും പണം തട്ടിയതായും വിവരമുണ്ട്. 2 മുതൽ 5 ലക്ഷം രൂപ വരെ പലരിൽ നിന്നുമായി ഇയാൾ കൈപ്പറ്റിയ ശേഷം മുങ്ങിയിട്ടുണ്ട്. നിലവിൽ 2 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ ബിനാമി അക്കൗണ്ടുകൾ ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇയാളെ വ്യാജരേഖയുണ്ടാക്കാൻ സഹായിച്ച സനോജ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അവയവക്കടത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ടെന്നും കേരളത്തിലെ ആശുപത്രികളിൽ തന്നെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നും പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5-ലധികം ദാതാക്കളെയും സ്വീകർത്താക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സ്വകാര്യ ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും മൊഴിയെടുക്കുമെന്നും പോലീസ് സൂചിപ്പിച്ചു. പല ജില്ലകളിലായാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നും കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു. നജീബിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തിയ ഡയറി കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. രാജ്യാന്തര ബന്ധം അന്വേഷിക്കാൻ കൊച്ചി സിറ്റി പോലീസും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഷാഹിൻ ഷാ, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അമ്പലമേട്, ഇൻഫോ പാർക്ക്, ഉദയംപേരൂർ പോലീസ് ഇൻസ്പെക്ടർമാരും 4 സബ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 15 പേരടങ്ങുന്നതാണ് SIT ഹോൾഡ്.
ന്യൂസ് 18 കൊച്ചി. ബീഹാറിലെ നളന്ദയിൽ നിന്നുള്ള നടുക്കുന്നൊരു വാർത്തയിലേക്കാണ്. നാരങ്ങ പറിച്ചതിന് 12കാരനെ തല്ലിക്കൊന്ന സംഭവം. അനുവാദം കൂടാതെ മരത്തിൽ നിന്നും നാരങ്ങ പറിച്ചു എന്നാരോപിച്ച് വീട്ടുടമയും 12ഓളം പേരും ചേർന്ന് കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രകോപിതരായ ജനങ്ങൾ സംഘടിക്കുകയും മൃതദേഹവുമായി പ്രകടനം നടത്തുകയും ചെയ്തു. സ്ഥിതി വഷളായതോടെയാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ബീഹാറിലെ നളന്ദയിലെ ശംക്രവൻ ഗ്രാമത്തിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. ശുഭം കുമാർ എന്ന 12 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. പോലീസ് പറയുന്നതനുസരിച്ച് സംഭവം നടന്ന ദിവസം വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശുഭം. ഈ സമയം അടുത്ത വീട്ടിലെ നാരങ്ങാ മരത്തിൽ നിന്നും ഒരു നാരങ്ങ താഴെ വീണു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ഈ നാരങ്ങ എടുത്തുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അനുവാദം കൂടാതെ നാരങ്ങ എടുത്തതിൽ പ്രകോപിതനായ വീട്ടുടമ 12ഓളം പേരെയും കൂട്ടി കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അനുവാദം കൂടാതെ മരത്തിൽ നിന്നും നാരങ്ങ പറിച്ചു എന്ന് ആരോപിച്ചാണ് ഇയാൾ കുട്ടിയെ മർദ്ദിച്ചതെന്നും എന്നാൽ താഴെ വീണ നാരങ്ങയാണ് കുട്ടി എടുത്തതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തിന് പിന്നാലെ ഇവിടെ വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടുകയും മൃതദേഹവുമായി പ്രകടനം നടത്തുകയും ചെയ്തു. സ്ഥിതി വഷളായതോടെയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്നായിരുന്നു ജനങ്ങളുടെ പക്ഷം. തുടർന്ന് ബലം പ്രയോഗിച്ച് പോലീസ് ഇവരെ പിരിച്ചുവിടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8. ഞങ്ങളെ തല്ലിയവരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കും. ഞങ്ങളുടെ ചോര പൊടിയുന്നത് പോലെ നിങ്ങളുടെ ചോരയും പൊടിയും. പോലീസിനെതിരെ ഒരു SFI നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗമാണിത്. SFI ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ്റെ ഭീഷണി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി SFI പ്രവർത്തകരെ നേരിട്ട പോലീസുകാർക്ക് നേരെയായിരുന്നു കൊലവിളി പ്രസംഗം. നീറ്റ് എക്സാം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിടെയായിരുന്നു കുലവിളി പ്രസംഗം. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞാണ് ഭീഷണി മുഴക്കിയത്. SFIക്കാരെ കണ്ടാൽ ലാത്തി കൊണ്ട് തല്ലണമെന്ന് തീരുമാനിച്ച കുറെ പോലീസുകാരുണ്ട്. അവരുടെ വീടൊന്നും അമ്പിളിമാമന്റെ അരികത്തല്ല എന്നും പോലീസുകാർ മനസ്സിലാക്കണം. പോലീസുകാരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കാൻ മടിയില്ല എന്നും വിപിൻ ഭീഷണി മുഴക്കി. ഈ നിങ്ങൾ കെട്ടിയ ബാരിക്കാഡുകൾ നടുറോട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ പുറത്തുള്ള പോലീസുകാരും കിടക്കും, പുറകുവശത്തുള്ള പോലീസുകാരും കിടക്കും. ഞങ്ങളെ കാണുമ്പോ SFIക്കാരെ കാണുമ്പോ ലാത്തി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് ഞങ്ങളുടെ ശരീരം നോവുന്ന പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോവും. ഞങ്ങളുടെ ചോര പൊടിയുന്നത് പോലെ നിങ്ങളുടെ ചോരയും പൊടിയും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാൽ മാത്രമേ കേസ് വരൂ. യൂണിഫോം അഴിച്ചുവെച്ച പോലീസുകാരനെ തല്ലിയാൽ കേസ് വരില്ലല്ലോ എന്നും വിപിൻ പറയുന്നു. പിന്നീടായിരുന്നു പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞുള്ള ഭീഷണി. മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോവും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഞങ്ങളെ തല്ലിയവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക്
നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തന്റെ പേര് അജീഷ്, അവന്റെ വീട് പുതുപ്പരിയാരം. മറ്റൊരുത്തന്റെ പേര് സുനില്, അവന്റെ വീട് കുത്തനൂര്. SFIക്ക് ഒരു അനുകമ്പയുമില്ല. നിങ്ങളുടെ അനുകമ്പ ഞങ്ങൾക്കും ആവശ്യമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങൾ അടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളുടെ ഭീകരതയ്ക്ക് ഒരു അതിരും ഉണ്ടാകില്ല എന്ന് വിപിൻ ഭീഷണി മുഴക്കി. നൂറുകണക്കിന് പോലീസ് നിൽക്കുമ്പോഴാണ് കൊലവിളി പ്രസംഗം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം രമേശ് പിഷാരടിയുടെ ആഘോഷ പ്രകടനങ്ങൾക്കിടയിലാണ് CPM UDF പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പിന്നിലുണ്ടായ പോലീസ് നടപടിയാണ് SFIയെ പ്രകോപിപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഈ നാട്ടിൽ പോലീസുകാർ ആരെയൊക്കെ പേടിക്കണം? രാഷ്ട്രീയ നേതാക്കളുടെ വെല്ലുവിളിയും ഭീഷണിയും ഒരു വശത്ത്, അതുപോലെ പോലീസിനെ ആക്രമിക്കാനും കൊല്ലാനും മടിക്കാത്ത ലഹരി മാഫിയ മറ്റൊരു വശത്ത്. പല വെല്ലുവിളികളെയും അതിജീവിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. കൊല്ലത്ത് ലഹരി മരുന്ന് വേട്ടയ്ക്കിടെ പോലീസുകാരനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവമുണ്ടായി. ചാത്തന്നൂരിൽ MDMAയുമായി എത്തിയ പ്രതിയാണ് ഡാൻസ് ഓഫ് സംഘത്തിലെ പോലീസുകാരനെ ഇടിച്ചിട്ടത്. കേസിൽ മയക്കുമരുന്ന് മാഫിയ തലവനായ സനോജിനെ പോലീസ് സാഹസികമായി കീഴടക്കി. ചാത്തന്നൂരിൽ പോലീസിന്റെ MDMA വേട്ടയിൽ മയക്കുമരുന്നു സംഘത്തിലെ പ്രധാന പ്രതി സനോജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. കാരങ്കോട് JSM ജംഗ്ഷൻ കിണർമുക്ക് റോഡിൽ MDMAയുമായി കാറിലെത്തിയ പ്രതിയെ ഡാൻസ് ഓഫ് സംഘവും ചാത്തന്നൂർ പോലീസും വളഞ്ഞു. ജീപ്പിലും ബൈക്കുകളിലുമായി എത്തിയ പോലീസ് സംഘം പരിശോധനയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കാറ് റിവേഴ്സ് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൊല്ലം ഡാൻസ് ഓഫ് ടീമിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഷെഫീഖിനെ കാറിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കാനും പ്രതി ശ്രമിച്ചു. അതീവ അപകടകരമായ സാഹചര്യത്തിനിടയിലും പോലീസ് സംഘം സാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിയിൽ നിന്ന് ഏകദേശം 6 ഗ്രാം MDMA പിടിച്ചെടുത്തു. സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന ഇയാൾക്കെതിരെ മുൻപും നിരവധി കേസുകൾ നിലവിലുണ്ട്. മയക്കുമരുന്ന് കടത്തിനിടെ പോലീസിനെ വാഹനമിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന് പറയാറുണ്ടല്ലേ? അയൽക്കാരനോ സുഹൃത്തുക്കളോ നല്ല നിലയിലാകുമ്പോൾ അല്പം അസൂയയും കുശുമ്പും തോന്നുന്നത് സ്വാഭാവികമാണ്. അസൂയ കാരണം ഒരാളെ നശിപ്പിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. പെരുമ്പാവൂരിൽ തലയിണ കമ്പനി തീ വെച്ച് നശിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായപ്പോഴാണ് ഒരു അസൂയയുടെ കഥ കേട്ടത്. സ്വന്തം സ്ഥാപനത്തെക്കാൾ വലിയ ലാഭത്തിൽ അടുത്തുള്ള കമ്പനി മുന്നോട്ട് പോയതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. കേസിൽ മുടിക്കൽ സ്വദേശി സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV അടക്കമുള്ള തെളിവുകളാണ് പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. മാർച്ച് 21-നാണ് പെരുമ്പാവൂർ മൗലൂദ് പുരയ്ക്ക് സമീപമുള്ള തലയണ കമ്പനി കത്തി നശിച്ചത്. 17 ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത്. തന്നിയെ കത്തിയതാണോ കത്തിച്ചതാണോ എന്നുള്ള സംശയങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഒടുവിൽ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പെരുമ്പാവൂർ മുടക്കൽ എല്ലംവിളയിൽ വീട്ടിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തത്. തൻ്റെ സ്ഥാപനത്തേക്കാൾ ലാഭത്തിലാണ് പ്രസ്തുത കമ്പനി പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു സിദ്ദിഖിൻ്റെ അസൂയയ്ക്ക് കാരണം. വളരെ ആസൂത്രിതമായിരുന്നു തീവയ്ക്കൽ. തൻ്റെ ഇരുചക്രവാഹനം കേടാണെന്ന് കളവ് പറഞ്ഞ് അയൽവാസിയിൽ നിന്നും തൽക്കാലത്തേക്ക് വാങ്ങിയ ബൈക്കുമായിട്ടാണ് കമ്പനി കത്തിക്കാൻ പോയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി KA സുദർശനന്റെ നിർദ്ദേശാനുസരണം പെരുമ്പാവൂർ ASP ഹർദിക് മീണയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 പെരുമ്പാവൂർ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവർക്ക് നീതി കിട്ടാൻ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് എന്ന കൂട്ടായ്മയുമുണ്ട്. നടൻ ദിലീപ് അടക്കമുള്ള പ്രധാന പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം നടത്തണമെങ്കിൽ വലിയ രീതിയിൽ സാമ്പത്തികം ആവശ്യമാണ്. അതിനായി ഈ കൂട്ടായ്മ ധനസമാഹരണത്തിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടിയിട്ടുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ അപ്പീൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ അതിജീവിതയും നേരിട്ട് അപ്പീൽ നൽകുന്നത്. നടൻ ദിലീപ് അടക്കമുള്ള പ്രധാന പ്രതികളെ വെറുതെ വിട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് അതിജീവിത അപ്പീൽ നൽകുന്നത്. പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതക്കായി ഹാജരാകുമെന്ന് നിയമപോരാട്ടത്തിന് പിന്തുണ നൽകാൻ രൂപീകരിച്ച അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ഭദ്രകുമാരി, അഡ്വക്കേറ്റ് ജെ സന്ധ്യ എന്നിവരടങ്ങുന്ന നിയമസംഘവും ഇവർക്കൊപ്പമുണ്ടാകും. നിയമപോരാട്ടം ചെലവേറിയതാണെന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും വ്യക്തമാക്കി ധനസമാഹരണത്തിനുള്ള QR കോഡും ട്രസ്റ്റ് പങ്കുവച്ചു. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അതിജീവിതയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പലതവണ ദുരുപയോഗം ചെയ്യപ്പെടുകയും ഹാഷ് വാല്യൂ മാറിയെന്നും അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുൻപ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നെങ്കിലും അന്വേഷണം കാര്യക്ഷമമായില്ലെന്ന പരാതി അതിജീവിതക്കുണ്ടെന്നും ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ പുതിയ റിട്ട് ഹർജി നൽകുമെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. അതിജീവിതയുടെ തീരുമാനത്തിന് പിന്തുണയുമായി വനിതാ കൂട്ടായ്മയായ WDCയും രംഗത്തെത്തിയിട്ടുണ്ട്. നീതിക്കായുള്ള നമ്മുടെ സഹപ്രവർത്തകയുടെ തുടർച്ചയായ പോരാട്ടത്തിന് പിന്തുണ നൽകുകയും ധനസഹായം സമാഹരിക്കുകയും ചെയ്യുന്നതിനായി സമാന മനസ്കരായ വ്യക്തികൾ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എപ്പോഴും അതിജീവിതക്കൊപ്പം നിന്നിട്ടുണ്ട്. നീതി ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ തുടർന്നും പിന്തുണ നൽകുമെന്ന് ട്രസ്റ്റിന്റെ വാർത്താക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് WDC സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ 2025 ഡിസംബർ 8 വിചാരണ കോടതി വിധി പറഞ്ഞു. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർക്ക് ശിക്ഷ ലഭിച്ചെങ്കിലും ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ട നടൻ ദിലീപ് ഉൾപ്പെടെ 4 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ അപ്പീൽ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിജീവിതയും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അഡ്വക്കേറ്റ് ഭദ്രകുമാരി, അഡ്വക്കേറ്റ് ജെ സന്ധ്യ എന്നിവരടങ്ങുന്ന നിയമസംഘവും വൃന്ദ ഗ്രോവർക്കൊപ്പമുണ്ടാകും. കെ അജിത, ദീദി ദാമോദരൻ, ഭാഗ്യലക്ഷ്മി, മേഴ്സി അലക്സാണ്ടർ, ജോസഫ് സി മാത്യു, പ്രകാശ് ബാരെ, സോണിയ ജോർജ്, ബൈജു മേരിക്കുന്ന് തുടങ്ങിയവരാണ് അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ നിരവധി മനുഷ്യരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അപകടങ്ങളും പരിശോധിച്ചാൽ അതിന് കാരണം മദ്യപാനവും വാഹനങ്ങളുടെ അമിത വേഗവുമാകാം. പാലക്കാട് പട്ടാമ്പിയിൽ മദ്യപിച്ച് കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് പട്ടാമ്പി പോലീസ് പ്രതി ജാസിനെ പിടികൂടിയത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. പട്ടാമ്പി വല്ലപ്പുഴയിൽ മദ്യപിച്ച് കാറോടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കാർ ഡ്രൈവറെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ആമയൂർ കോങ്ങാത്ത് വീട്ടിൽ 43-കാരൻ ജാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയിൽ വല്ലപ്പുഴ കല്ലും കൂട്ടത്താണ് സംഭവം. ചൂരക്കാട് ഭാഗത്തു നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ചൂരക്കാട് സ്വദേശി 26 വയസ്സുള്ള അജയകുമാർ സഞ്ചരിച്ച വാഹനത്തിൽ എതിർദിശയിൽ നിന്നും അമിത വേഗത്തിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു.
അപകടത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ അജയകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ കാർ ഡ്രൈവർ ജാസിൻ മദ്യപിച്ചതായി ബോധ്യപ്പെട്ടു. തുടർന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇയാളുടെ വൈദ്യപരിശോധന നടത്തി. മദ്യപിച്ച് വാഹനമോടിച്ച് മറ്റൊരാളുടെ ജീവന് ഭീഷണിയായ രീതിയിൽ അപകടമുണ്ടാക്കിയതിനെ തുടർന്ന് വധശ്രമത്തിന്റെ വകുപ്പുകളും മോട്ടോർ വാഹന നിയമ വകുപ്പ് പ്രകാരവും കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി പോലീസ് SHO KG ജിനേഷിന്റെയും സബ് ഇൻസ്പെക്ടർ മനു കൃഷ്ണന്റെയും നേതൃത്വത്തിലായിരുന്നു നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. റോഡരികിൽ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. എന്നാൽ ആ ചെടികൾ ഏതാണെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ പാലക്കാട് ഒലവക്കോട് റോഡരികിൽ നിന്ന ചെടി കണ്ടപ്പോൾ എക്സൈസിനൊരു സംശയം. വിശദമായി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കഞ്ചാവാണെന്ന്. ഏകദേശം 5 അടിയോളം ഉയരമുള്ള ചെടി. അതോടെ ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ആരാണിത് നട്ടതെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഒലവക്കോട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ മേനോൻ ഹോസ്പിറ്റലിന്റെ സമീപത്തുള്ള റോഡിന് അരികിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. ഏകദേശം 5 അടിയോളം ഉയരമുള്ള ചെടി സംശയം തോന്നിയാണ് എക്സൈസ് പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് കഞ്ചാവ് ചെടിയെന്ന്. തുടർന്ന് ചെടി കസ്റ്റഡിയിലെടുക്കുകയും പാലക്കാട് എക്സൈസ് ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ ആരാണ് ചെടി നട്ടതെന്നോ പരിപാലിച്ചതെന്നോ വ്യക്തമായിട്ടില്ല. ഇതര സംസ്ഥാനക്കാരെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് എക്സൈസിന്റെ അന്വേഷണം. എന്നാൽ ആളെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല. ആരെങ്കിലും മനഃപൂർവ്വം വളർത്തിയതാണോ എന്ന കാര്യത്തിൽ എക്സൈസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ മറ്റെവിടെയെങ്കിലും കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം നടുവട്ടം സ്വദേശി റിയാസും അയങ്കലം സ്വദേശി അബ്ദുൾ റഹീമും കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ്. ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ച ആവശ്യക്കാർക്ക് ചില്ലറയായി എത്തിച്ചു നൽകുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനിടെയാണ് കുറ്റിപ്പുറം പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. റിയാസിൻ്റെ നടുവട്ടത്തെ വീട്ടിൽ MDMA ഉണ്ടെന്നറിഞ്ഞ് മിന്നൽ പരിശോധന. വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ കുറ്റിപ്പുറം പോലീസ് നടത്തിയ പരിശോധനയിലാണ് 28.16 ഗ്രാം MDMAയുമായി 2 പേരെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച നിലയിലും പ്രതികളുടെ കൈവശവുമായാണ് 28.16 ഗ്രാം MDMA പിടികൂടിയത്. കുളത്തോൾ നടുവട്ടം സ്വദേശി മുളയംപറമ്പിൽ വീട്ടിൽ റിയാസ്, അയങ്കലം സ്വദേശി ഊരോത്തുപറമ്പിൽ അബ്ദുൾ റഹീം എന്നിവരെയാണ് MDMAയുമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി റിയാസിന്റെ കോളത്തോൾ വീട്ടിലെ മുകൾ നിലയിൽ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന 16.3 ഗ്രാം MDMAയും ഈ സമയം വീട്ടിലുണ്ടായിരുന്ന റിയാസിന്റെ സുഹൃത്തും 2ാം പ്രതിയുമായ അബ്ദുൾ റഹീമിന്റെ കൈവശമുണ്ടായിരുന്ന 11.86 ഗ്രാം MDMAയുമായാണ് ഇവർ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും മയക്കുമരുന്നെത്തിച്ച് വിവിധയിടങ്ങളിൽ ആവശ്യക്കാർക്ക് ചില്ലറയായി എത്തിച്ചു നൽകുന്നതാണ് പ്രതികളുടെ രീതി. റിയാസിന് ലഹരി മരുന്ന് കൈമാറി മടങ്ങാൻ തുടങ്ങിയ റഹീമിനെ പോലീസ് അപ്രതീക്ഷിതമായി പിടികൂടുകയായിരുന്നു. ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാറും ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള
പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റിപ്പുറം SIയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ലഹരി മരുന്ന് പിടികൂടിയത്. പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് അനധികൃത ചന്ദന വിൽപ്പന സജീവമാവുകയാണ്. ഇതോടെ വനംവകുപ്പ് പരിശോധനയും ശക്തമാക്കി. എറണാകുളം 35 കിലോ ചന്ദനവുമായി 3 പേരാണ് പിടിയിലായത്. കോട്ടയം മണർകാട് സ്വദേശികളായ ഷിബിലി, സജീർ, മുനീർ എന്നിവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന് ലഭിച്ച സൂചന. ചന്ദനം എവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്നും ആർക്കാണ് വിൽക്കാൻ എത്തിച്ചതെന്നും വനംവകുപ്പ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. വനംവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 35 കിലോ ചന്ദനം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം മണ്ണാർക്കാട് സ്വദേശികളായ 3 യുവാക്കളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. ഷിബിലി, സജീർ, മുഹമ്മദ് മുനീർ എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്നും ചന്ദനം കണ്ടെടുത്തത്. പരിശോധനയിൽ ചന്ദനമുട്ടികൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു. ചന്ദനം എവിടെ നിന്ന് മറിച്ചതാണെന്നും ആർക്കാണ് വിൽക്കാൻ എത്തിച്ചതെന്നും വനംവകുപ്പ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ പേർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നും സംശയമുണ്ട്. പിടിയിലായവർ നേരത്തെ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രതികളെയും പിടിച്ചെടുത്ത ചന്ദനവും കോടതിയിൽ ഹാജരാക്കി. എറണാകുളം കേന്ദ്രീകരിച്ച് അനധികൃത ചന്ദന വിൽപ്പന വ്യാപകമാകുന്നു എന്ന പരാതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി വനംവകുപ്പ് നിരീക്ഷണവും പരിശോധനയും നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം കാറിൽ കടത്തുന്നതിനിടെ കൊച്ചിയിൽ 100 കിലോ ചന്ദന തടികളാണ് പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. ഒരു പരിധി വിട്ട് ആരെയും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാരത്തിനും പണത്തിനുമൊക്കെ വേണ്ടി അടുത്ത സുഹൃത്തിനെ പോലും ചതിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർ അങ്ങനെയാണെന്ന്. ശത്രുക്കളിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടാകുന്നതെങ്കിൽ സഹിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ ഉറ്റ സുഹൃത്താണ് ചതിക്കുന്നതെങ്കിലും ചങ്ക് തകർന്നു പോകുമല്ലേ? നമ്മൾ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ പോലും ചതിക്കുമെന്ന ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.